ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുട്ടികളൊക്കെ സർപ്രൈസ് ചെയ്യിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കായിട്ടാണ്. അപ്പോൾ അതിനിടയിൽ പ്ലെയിൻ പറാത്ത എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ഒന്ന് ഫ്രീസറിൽ നിന്ന് പുറത്ത് വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ മടക്കി കൊടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമുക്കിത് ക്രോസോണ്ടിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് കിട്ടുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഈ സൈഡ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു പറാത്തേന്ന് 4 ഇതുപോലെ ക്രോസോൻ്റെ ഷേപ്പിൽ മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 1-2 പറാത്ത ഞാൻ അതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് എയർ ഫ്രൈ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് അതല്ലാന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്യും. അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാനിലൊക്കെ കേക്കൊക്കെ ബേക്ക് ചെയ്യുമല്ലോ, അതുപോലെ ഓവനിൽ ഇല്ലെങ്കിൽ അങ്ങനെ ബേക്ക് ചെയ്തെടുത്താലും മതി. എഗ് വൈറ്റ് ഒന്ന് ബ്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് എയർ ഫ്രൈറിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇതുപോലെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് മാനീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് മഞ്ഞൾപ്പൊടി ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ബോൺലെസ് ചിക്കൻ്റെ പീസും ഇതിൻ്റെ സെൻറ്ററിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. മേലെ കുറച്ച് കെച്ചപ്പും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്നാക്കാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.